ഹായ് എവ്രി വൺ. ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ പ്രധാനമായിട്ടും 8 തരംതിരിച്ചിട്ടുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് ഏതാണ് 8 എന്ന് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച്. നമ്പർ 1 noun, 2 pronoun, 3 adjective, 4 verb, 5 adverb, 6 preposition, 7 conjunction, 8 interjection. Parts of speech 8 എണ്ണമാണ്. Number 1 noun, 2 pronoun, 3 adjective, 4 verb, 5 adverb, 6 preposition, 7 conjunction, 8 interjection. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 8 ഭാഗങ്ങളായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ തരംതിരിച്ചിട്ടുള്ളത്. കൂടാതെ ആർട്ടിക്കിൾസും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നൗനായിട്ട് വിളിക്കാം. ആർട്ടിക്കിൾസ് 3 ഇത് ആൻഡ്. നമ്പർ 1 നൗൺ. നൗൺ എന്താണെന്ന് നോക്കാം. നമ്പർ 1 noun. A noun is a word represents a person, thing, concept or place. Noun. A noun is a word represents a person, thing, concept or place. ആളിൻ്റെയോ വസ്തുക്കളുടെയോ സ്ഥലത്തിൻ്റെയൊക്കെ പേരുകൾക്ക് നാമം എന്ന് പറയും, നൗൺ എന്ന് പറയും. അതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ കഴിയുന്ന വസ്തുക്കൾക്ക് നമുക്ക് നൗൺ എന്ന് പറയാം. ഉദാഹരണം അജയ്, അക്ബർ. അജയ്, അക്ബർ ഇവ രണ്ടും ആളുകളുടെ പേരുകളാണ്. ടേബിൾ, ചെയർ ഇവ രണ്ടും വസ്തുക്കളുടെ പേരുകളാണ്. ടേബിൾ, ചെയർ, മേശ, കസേര. അതുപോലെ കൊച്ചി, മുംബൈ. കൊച്ചി, മുംബൈ ഇവ രണ്ടും സ്ഥലപ്പേരുകളാണ്. ഇനി ഇതൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുന്ന വസ്തുക്കളാണല്ലോ. വസ്തുക്കളും ആളുകളും ഒക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതാണ്. ട്രൂത്ത്. ട്രൂത്ത് സത്യം. ബ്യൂട്ടി സൗന്ദര്യം. അതുപോലെ കോൺഫിഡൻസ് ആത്മവിശ്വാസം. ഇവ നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത സംഗതികളാണ്, പക്ഷെ ഇവയും നൗണുകളാണ്. ട്രൂത്ത് സത്യം, ബ്യൂട്ടി സൗന്ദര്യം, കോൺഫിഡൻസ് ആത്മവിശ്വാസം ഇവയൊക്കെ നമുക്ക് സങ്കല്പിക്കാനും അറിയാനും ഒക്കെ പറ്റും. ഇവയെ നമ്മൾ പേരുകളായിട്ടാണ് കണക്കാക്കുന്നത്, നൗൺ. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ പ്രധാനമായും 8 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ ഇവയാണ് പ്രധാനപ്പെട്ട 8 ഭാഗങ്ങൾ. ഇതിലെ ഒന്നാമത്തെ നൗൺ എന്താണെന്ന് നോക്കാം. എ നൗൺ ഇസ് എ വേർഡ് റിപ്രസെൻറ്റ്സ് എ പേഴ്സൺ, തിങ്, കോൺസെപ്റ്റ് ഓർ പ്ലേസ്. ആളുകളുടെയോ വസ്തുക്കളുടെയോ സ്ഥലത്തിൻ്റെയൊക്കെ പേരായി വരുന്ന വാക്കുകൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ പേരായി വരുന്ന വാക്കുകൾക്കും നൗൺ എന്ന് പറയുന്നു. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം നൗണാണ്. അജയ്, അക്ബർ ആളുകളുടെ പേരാണ്. ടേബിൾ, ചെയർ വസ്തുക്കളുടെ പേരാണ്. കൊച്ചി, മുംബൈ സ്ഥലപ്പേരുകളാണ്. ട്രൂത്ത് സത്യം, ബ്യൂട്ടി സൗന്ദര്യം, കോൺഫിഡൻസ് ആത്മവിശ്വാസം ഇതുപോലെയുള്ള നമുക്ക് സങ്കല്പിക്കാനും അറിയാനും പറ്റുന്ന, പക്ഷെ കാണാൻ പറ്റില്ല, ഇതുപോലെ നമുക്ക് അറിയാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ പേരായി വരുന്ന വാക്കുകൾക്കും ഇത്തരം വാക്കുകൾക്കൊക്കെ നമ്മൾ നൗൺ എന്ന് പറയുന്നു. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിലെ രണ്ടാമത്തെ പ്രോനൗണുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.